ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് സമയം 6 മണിയായിട്ട് അപ്പോൾ നാത്തൂന് ഇതാ ചപ്പാത്തിക്കുള്ളത് പരത്തി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ചടപടയെന്നൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പിൽ പാചകം ചെയ്യുന്ന സുഖം ഒരു ഗ്യാസുമ്മേം കിട്ടൂല കേട്ടോ. ഈ ഒരു മഴക്കാലത്തൊക്കെ നമ്മൾ അടുപ്പിൽ പാചകം ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മളെ തണുപ്പടിക്കണ കാലാവസ്ഥയിൽ ആ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ നീലഗിരിയിലൊക്കെ നല്ല തണുപ്പല്ലേ. അപ്പോൾ അടുപ്പ് കത്തിച്ചണ സുഖം എവിടെയും കിട്ടൂല കേട്ടോ. അപ്പോൾ ദാ മക്കൾസ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണതേപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര എണ്ണതേപ്പാണ് കേട്ടോ. രാവിലെ ഇതാക്കണ മോനൂസ് പഞ്ചസാരയിൽ മുക്കിയിട്ടാണ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഇവർ രണ്ടാളും ഇല്ലേ, ഇവർ ഒരു ലാസ്റ്റ് വണ്ടികളാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ കുറച്ച് നേരത്തെ പോണവരാണ്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ക്ലാസ് വെക്കണത് ഒരു 7 മണിക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റായി പോണത്. അപ്പോൾ ലാസ്റ്റ് വണ്ടികൾ പോയതും ഞാനിതാക്കണ കപ്പ നനക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കപ്പ നടുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇടാൻ പറ്റിയില്ല. അന്നത്തെ ഒരു ദിവസം ഭയങ്കര ടെൻഷനും കാര്യങ്ങളുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് നാത്തൂർക്ക് സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു. ഞാൻ ചാക്കിൽ മണ്ണ് നിറക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞ് കേട്ടത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നും എനിക്ക് ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നിട്ടോ. അപ്പോൾ അടുക്കളയിൽ എന്താ ഇപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കണമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോൾ കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് വേസ്റ്റ് പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഈ പൈപ്പിൽ കുറച്ച് വെള്ളം വരാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പാത്രം കഴുകാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ ഇച്ചിരി നൂല് പോലെയാണ് കേട്ടോ വെള്ളം വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിലല്ലേ പാത്രമൊക്കെ കഴുകിയാലും ഒന്ന് വൃത്തിയാവുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കിടിലം വൈറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കാരണം എന്താ വിചാരിച്ചാൽ പച്ചമുളകില്ല, ഉള്ളിയില്ല, അങ്ങനത്തെ ഒരു തട്ടിക്കൂട്ടൽ കിടിലം വൈറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ പച്ചമുളകിന് പകരം ഉണക്കമുളകാണ് കേട്ടോ ഇടാൻ പോണത്. ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടില്ല കേട്ടോ, വാങ്ങാൻ പോകുമായിരിക്കും. ഇപ്പോൾ കുറച്ച് മേലെ പോകണ്ട കടയ്ക്ക്. അപ്പോൾ ചായ കുടിക്കാൻ എല്ലാവർക്കും നേരമായി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി എടുക്കണ്ടേ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ സമയമില്ല. അപ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാൻ കരുതിയിട്ടോ. അപ്പോൾ ഉപ്പും പാടിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി സ്ലാവൊക്കെ വൃത്തിയായതിന് ശേഷമാണ് കേട്ടോ ചോറും കറിയൊക്കെ വെക്കാൻ തുടങ്ങുക. അല്ലെങ്കിൽ പറയാൻ പറ്റൂല, അങ്ങനെ അലങ്കോലമായി കിടക്കുന്നുണ്ടാവും കേട്ടോ. എനിക്ക് രാവിലെ ചപ്പാത്തി ചൂടോടെ വേണം കേട്ടോ. അടുപ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ട് നമ്മൾ പാത്രത്തേക്ക് അങ്ങനെ കോരിയിട്ടിട്ട് തിന്നുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ തണുത്ത കറി തിന്നാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വിറകിന് പോകണം കേട്ടോ. നമ്മളെ പച്ചവിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, വിറകിന് പോകണം. അപ്പം ഞാനും താത്തയും അടുത്തൊരു താത്തയും പാടെ കേട്ടോ. ഞങ്ങൾ മൂന്നാളാണ് ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ വെള്ളമൊക്കെ വെച്ച് അരിയിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ കുന്ന് കയറാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ, വിറകിന് പോവുകയാണ്. ഈ കുന്നിൽ കയറിയാലുണ്ടല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ കുന്ന് നടുക്ക വീടുകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ആ ഭാഗത്തായിട്ട് ഇന്നലെ ആന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആന ഭയങ്കര കുറുമ്പനാനയാണ് പറയുന്നുണ്ട്. എസ്റ്റേറ്റിലുള്ള കത്തിരി ഒക്കെ നാശാക്കിയിട്ടുണ്ട് കേട്ടോ. മെഷീൻ കേട്ടോ, നമ്മളെ ചപ്പ് കിട്ടുന്ന മെഷീൻ അതൊക്കെ നാശാക്കിയിട്ടുണ്ട്. പിന്നെ ടൗണിൽ പോയിട്ട് കാറ് ഒക്കെ നാശാക്കിയിട്ടുണ്ട് പറയുന്നുണ്ട്. ആൾക്കാരെ കാണുമ്പോൾ അതിന് ഭയങ്കര കലിപ്പാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം. ഇവിടെ ഞങ്ങൾ ഒരു എസ്റ്റേറ്റിൻ്റെ നടുവിലെത്തിട്ടോ. അപ്പോൾ അങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഏകദേശം അടുത്തെത്തി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ചേറാണ് കേട്ടോ. ഭയങ്കര ചേറ്, നടന്നു പോകാൻ ഭയങ്കര ഇടങ്ങാറാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഒരു മലങ്കാടാണ് കേട്ടോ. അതിൻ്റെ വലിയ കാടുണ്ട്. ഇപ്പോൾ ഇത് ചെറിയൊരു കാടാണ്, കുറച്ച് വലിയ കാടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വിറക് കിട്ടുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ വിറകൊക്കെ ആയി ഞങ്ങൾ പെരയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിറക് ഏറ്റിയിട്ട് പോകുമ്പോൾ ഇനി ഒരു വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പെരയിലെത്തി. കുറച്ച് വിറകൊക്കെ ഒന്ന് കൊത്തി പൊളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊത്തി പൊളിച്ചെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാപ്പി പറിക്കാനുണ്ട്, അത് പറിക്കുകയാണ് കേട്ടോ. കാപ്പി പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കാപ്പിപ്പഴം നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഭയങ്കര എറുമ്പാണ് ഇതിലുള്ളത്. എറുമ്പ് നോക്കി പറിക്കണം കേട്ടോ.
ഇത് താത്താൻ്റെ വീട്ടിലത്തെ റോസ് പൂവാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ വലിയ പൂക്കളാണ് കേട്ടോ അതിന്മേൽ ഉണ്ടാവൽ. അപ്പോൾ ഒരു ചെടിയിൽ 4 പൂവുണ്ടെങ്കിൽ തന്നെ നിറച്ച് പൂക്കളുള്ളൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഒരു മെയ് മാസമൊക്കെ ആയി വന്നാൽ പറയണ്ട, പൂക്കളെ ഒരു മേളയിക്കാരം. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാക്കണ് ഞങ്ങൾ പള്ളിയിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് ചോറ് കിട്ടി. അപ്പോൾ അതൊന്ന് ഒഴിച്ച് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ കവറിലിട്ട് നാശമായി പോകും പറഞ്ഞിട്ട്, അപ്പോൾ കവർ അയച്ചിട്ട് കിട്ടണേയില്ല. അപ്പോൾ ഞാൻ നടുകൊന്ന് പൊളിച്ചിട്ട് അതിലിട്ട് കൊടുക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുന്നത്. ഒരു രാത്രി ആയപ്പോൾ കേട്ടോ. അപ്പോൾ മധുരക്കിഴങ്ങ് ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയിരുന്നു. അപ്പോൾ അതും കട്ടൻ ചായയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം 2 ചിക്കൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ചിക്കൻ കൊണ്ടുവന്നിരുന്നു. അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് വിറകൊക്കെ കത്തിച്ച് നല്ല കനലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മാസത്തിൽ 2 വട്ടമൊക്കെ, ഒരു മാസത്തിലല്ല കേട്ടോ, 2 മാസം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ചിക്കനൊക്കെ ചൂടാറുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുട്ടികൾക്ക് രാത്രിയൊക്കെ അങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കനലിൽ നിന്ന് അതൊന്ന് മാറ്റിയിടാം കേട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ അതൊന്ന് കനലിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതൊന്ന് തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. വാഴൻ്റെ ഇലേൻ്റെ മണം, നല്ല ചുട്ട മണം, നല്ല മസാലൻ്റെ മണമൊക്കെ നല്ല മൂക്കൊക്കെ അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. ചിക്കൻ 2ഉം തട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചിക്കനാണ്. അപ്പോൾ ചുറ്റുപുറം എല്ലാവരും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും പാടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂട് ചിക്കനാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.